ഐഡിയസ്. അപ്പൊ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്, സാരി ബ്ലൗസ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കുറച്ച് മോഡലായിട്ടുള്ള സ്ലീവ് ഒക്കെ ഒരു സ്കാലപ്പ് മോഡൽ വന്നിട്ടുള്ളതാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കിതാ മെറ്റീരിയൽ 1 മീറ്ററും അതുപോലെ ലൈനിങ് 1 മീറ്റർ മതിയാവും. നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാല് നമുക്കിപ്പോ തുണി ഇപ്പൊ വലിയ ചെറുതൊക്കെ ഉണ്ടാവും, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ വരുന്നത് 16 ഷോൾഡർ വരുന്നത്. ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് തരുന്ന ഷോൾഡറിന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. 16 2 ഇഞ്ച് കുറച്ചാലും 14 വരുന്നത്. 14ന്റെ പകുതി പറയുമ്പോൾ 7 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതിങ്ങനെ വെച്ചിട്ട് ഇതാ കറക്റ്റ് ഈ ഒരു 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ സെയിം 7 ഇഞ്ച് തന്നെ ഞാൻ താഴ്ത്തത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതാ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ കഴുത്തിന്റെ അകലം എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ 3 ഇഞ്ചാണ് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. കഴുത്തിന്റെ അകലം 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. കഴുത്തിന്റെ ഇറക്കം എടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് 7 ഇഞ്ചാണ് പറഞ്ഞത്. ഞാനിപ്പോ ഇത് എന്താ വരക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല ക്യാൻവാസ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു 7 ഇഞ്ച് ഇങ്ങനെ കുറച്ച് കൊടുത്തതേ ഇല്ല. നമുക്ക് ഇവിടെ ഷോൾഡർ ചെരിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൊടുത്തത്. പിന്നെ നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ ലെങ്ത് എടുക്കുന്ന ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ ചെരിവ് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ നെക്ക് 3 ഇഞ്ചിന്റെ എടുക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ഷോൾഡർ ചെരിവ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കേണ്ടത്. ഞാൻ ആം ഹോൾ ഞാൻ ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങോട്ടേക്കും 7 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് മാർക്ക് ചെയ്തു. ഇതിന്റെ ടാപ്പ് ഇതിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഏകദേശം ഒരു 7.5 വരുന്നുണ്ട്. ആ ഒരു 7.5 ഇങ്ങോട്ടേക്കും ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് അളവ് വരുന്ന 42 ആണ്. 42 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 10.5 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. 10.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഞാനൊരു തയ്യൽ തുമ്പിന് ഒരു 3 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. ഒരു 3 ഇഞ്ചോളം തയ്യൽ തുമ്പിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൗസിന്റെ ലെങ്ത് നോക്കാം. 15 ഇഞ്ചാണ്. സാധാരണ നമുക്ക് 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനൊരു 1.5 കൂട്ടി കൊടുക്കുന്നത്. ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും പ്രിൻസസ് കട്ടല്ലേ. അപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നത്. 1.5ൽ 2 എടുത്താലും പ്രശ്നമില്ല, നമുക്ക് പിന്നെ ലെവൽ ചെയ്ത് എടുക്കാട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 1.5 എടുക്കുന്നുണ്ട്. നമുക്കിത് ഇവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. വേസ്റ്റ് അളവ് വരുന്ന 34 ഇഞ്ചാണ് നമുക്ക് അയച്ചത്. 34ന് നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഏകദേശം 8.5 കിട്ടുന്നത്. അപ്പൊ ഞാൻ 8.5 കൊടുത്തു. 8.5 കൊടുത്തതിന് ശേഷം അത്യാവശ്യം തടിയുള്ളവരായതുകൊണ്ട് നമ്മൾ പ്രിൻസസ് കട്ടിന്റെ ആ ഷേപ്പും ഒരു 2.5 ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ 2.5 ഞാൻ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് അധികം മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എന്താക്കുന്ന വെച്ചാൽ ഒരു 3 ഇഞ്ച് കൊടുക്കുന്നു. അപ്പൊ ഏകദേശം ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് എടുക്കുന്നത് താഴത്തേക്ക് സ്ട്രെയിറ്റ് കൊടുത്താലും മതി. ഞാനിപ്പോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കുറച്ച് കാണുമ്പോൾ വലുതുപോലെ ഉണ്ട്. നമുക്കത് പ്രിൻസസ് കട്ടിന്റെ അത് കട്ട് പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നോളും. അപ്പൊ ഇത്രയും മെഷർമെന്റ് നമ്മൾ സാധാരണ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ആം ഹോൾ വെച്ചാല് ഇതിപ്പോ കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ചാന്ന് 3/4 ഇഞ്ചാന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. ആ 3/4 ഇഞ്ചിന്ന് നമുക്ക് ഈ ഷോൾഡർ ചെരുവിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ആം ഹോളിന്റെ ഇതിന്റെ സെന്റർ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് വെച്ച് കൊടുക്കാം. ടാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിന്റെ സെന്റർ നോക്കാം. സെന്റർ ഇതുപോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോളിന്റെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് വരക്കുന്നത് അങ്ങനെ വരക്കുക, കൈവച്ച് വരക്കുന്നത് കൈവച്ച് വരക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് വരെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. ഈ ആം ഹോൾ നമുക്കിത് ഇവിടുന്നേ വരും കേട്ടോ. കട്ട് ചെയ്ത സമയത്ത് ഇത് ഇവിടുന്നേ വന്നിട്ട് വേണം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ആം ഹോളും വന്നു. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് പോയിന്റ്, അതുപോലെ ബ്രസ്റ്റ് പോയിന്റ് ലെങ്ത്. നമുക്ക് ബ്രസ്റ്റിന്റെ ലെങ്ത് ഞാൻ ഏകദേശം ഒരു 10 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു 9.5 ഇഞ്ച് മതി. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോലും 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ വീതി വരുന്നത് ഒരു 4.5 എടുക്കുന്നത്. കുറച്ച് തടിയിലെ ആളല്ലേ, അതുകൊണ്ട് ഒരു 4.5 എടുക്കുന്നത്. ഇപ്പം 4.5 ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്. അതേപോലെ 4.5 താഴത്ത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു 4.5ന്ന് ഈ ഒരു 4.5യിലേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇത് കണ്ടു നമ്മുടെ ആം ഹോളിന്റെ ഇത് സെന്ററിൽ, ഈ ഒരു പോയിന്റ് സെന്ററിൽ, ആ ഒരു സെന്ററിൽ നിന്ന് ഇതുപോലെ ഇവിടത്തേക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് താഴത്തുനിന്ന് ഞാനൊരു 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്.
2.5 ഇഞ്ച് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. അപ്പൊ ദാ ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിലേ വന്ന് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഒരു സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെ ഈ ഒരു ഷേപ്പ് നമ്മൾ താഴത്തുനിന്ന് വരക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇത് കുറച്ച് ഇങ്ങനെ വരാം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ചിങ്ങനെ ഷേപ്പ് വന്നിട്ട് ഇതിങ്ങനെ കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ ഇങ്ങനെ എടുക്കാം. അപ്പം ഇതേ അളവിലാണ് നമ്മൾ ഫ്രണ്ട് വശം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ അളവിൽ തന്നെയാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊക്കെ കട്ട് ചെയ്തു, ഈ സൈഡും കാര്യങ്ങളിലൊക്കെ കട്ട് ചെയ്ത് മാറ്റി. അതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്കത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ഒരു ഇതുവരെ കൊടുക്കാം, ഈ ഒരു പോയിന്റ് വരെ കൊടുക്കാം. അതിന് ശേഷം നമുക്കത് ഈ ഒരു ഷേപ്പിലേ കൂടി കട്ട് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആ സെൻറ്റർ വരെ വരുന്നത് വരെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. ഇത് കറക്റ്റാക്കി ഇതുപോലെ അടിച്ചെടുത്താൽ കുറച്ച് തടിയുള്ളത് കൊണ്ടാണ് 2.5 എടുത്ത്. സാധാരണ ആകുമ്പോൾ 2 മതിയാവും കേട്ടോ. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ഏതാ ബാക്ക് പീസ് ഇതുപോലെ തന്നെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് അളവാണ് ബാക്കിലെടുത്തത്. അതായത് നമ്മൾ ലെങ്ത്തിന് 1 ഇഞ്ചാണ് തയ്യെടുത്തുമ്പോൾ കൂട്ടിയത്. 15 16 ഇഞ്ച് ലെങ്ത് എടുത്തും. പിന്നെ അതുപോലെ ചെസ്റ്റിന് 3 ഇഞ്ച് തയ്യെടുത്തുമ്പോൾ വേസ്റ്റ് കറക്റ്റ് നമ്മൾ അട്ടല മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് തയ്യെടുത്തുമ്പോൾ ബാക്കിൽ നമുക്ക് അങ്ങനെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത്. കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്യട്ടെ. കറക്റ്റായിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പ് ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഒന്ന് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ബാക്ക് പീസ് വെച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഇവിടെ ക്യാൻവാസിൽ ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. പിന്നെ അകലവും 7 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കുമാണ് കേട്ടോ എടുക്കുന്നത്. 7 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഇവിടെ താഴെ എടുക്കുന്ന 3.5 കേട്ടോ. മുകളിൽ 3 ഇഞ്ചും താഴത്ത് 3.5 എടുക്കുന്നത്. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഒരു കുടുങ്ങിയ മോഡലാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്ന ഷേപ്പ്. താഴെ 3 ഇഞ്ചും മുകളിൽ 3 ഇഞ്ചും താഴത്ത് 3.5 ഇഞ്ചുമാണ് കഴുത്ത് കൊടുക്കുന്നത്. കഴുത്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പുറത്തേ കൂടി ഇങ്ങനെ വൈഡായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ വന്നിട്ടാണ് കഴുത്ത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. കുറച്ചിങ്ങനെ പുറത്തേ കൂടി വൈഡായി വന്നിട്ട് ഇവിടെ 3 ഇഞ്ചിലേക്ക് കണ്ട ഇതുപോലെയാണ് കേട്ടോ കഴുത്ത് ഫ്രണ്ടിലത്തത് എടുക്കുന്നത്. നമുക്ക് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. കുറച്ച് ഒരു 3/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ അളവിൽ ഇതുപോലെ വരച്ചെടുക്കണം. ആദ്യം ഞാനിപ്പോൾ ഏകദേശം വരക്കുന്ന ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇത് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് വേണം മറ്റേതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെ ആ സമയത്ത് നമുക്ക് കഴുത്ത് മെറ്റീരിയലിലേക്ക് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നീങ്ങി പോകൂല കേട്ടോ. കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതേ അളവിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിൽ ചെറിയൊരു ഷേപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തില്ലേ, നമുക്ക് ഈ ഒരു നെക്ക് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കഴുത്ത് കിട്ടിയിട്ടുണ്ട്. കഴുത്തിൻ്റെ ബാക്ക് നോക്കാം കേട്ടോ. ബാക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു ഷേപ്പിലാണ് നമ്മൾ ബാക്ക് വശം ചെയ്തെടുക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മുന്നേ കുറേ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ചെയ്തില്ലേ, ആ റൗണ്ട് ഷേപ്പില്ലേ, ഈ റൗണ്ട് ഷേപ്പും അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കുറച്ചെടുക്കുക. ആദ്യം ഒരു ഏകദേശം ഞാൻ നോക്കട്ടെ, ഒരു 2 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുക കേട്ടോ ബാക്കിലേക്ക്. അപ്പം നമുക്ക് ഇതുപോലെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ടും കൂടി മാർക്ക് ചെയ്യാം. 2 ഇഞ്ചിൽ ഒരു ബോക്സ് ആക്കിയിട്ട് വരക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് 3 ഇഞ്ചിലൊരു ബോക്സ് ആക്കി വെച്ച് നെക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കാം. റൗണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ റൗണ്ട് നെക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ
വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 2 ഇഞ്ചിൽ, അപ്പോൾ ഒരുപാട് താഴ്ത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൗണ്ട് ഷേപ്പ്. ഇതുപോലെ ഇങ്ങനെ 2 ഇഞ്ച് വന്നു. അതിന് ശേഷം നമുക്കൊരു 6.5 ഇഞ്ച് മതിയെന്ന് തോന്നുന്നല്ലേ, കാരണം നമുക്ക് 6.5 എടുത്താൽ നമുക്കൊരു 7 കിട്ടും. അപ്പോൾ 6.5 വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. ഒരുപാട് താഴ്ത്തി നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 7 എടുത്താലും പ്രശ്നമില്ല. ഇതിപ്പോൾ 1 ഇഞ്ച് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് പോവും. ബാക്കി ഇത്ര ബട്ടൺസിലുണ്ട്. ഒരു 7 എടുക്കാട്ടെ. ഇതുപോലെ വെച്ചിട്ട് ഒരു 7 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏകദേശം ഒരു 9 ഇഞ്ച്, 9.5 ഇഞ്ച് ബാക്ക് വശത്ത് 9.5 ഇഞ്ച് വരുന്ന രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം. ഏകദേശം 7 ഇഞ്ച്. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് ഞാനിതാ ഇവിടത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഷേപ്പ് വരക്കുന്നതിന് കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഏകദേശം ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വരക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു 7 ഇഞ്ചിലേക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി ഇതേ അളവിൽ നമ്മൾ നേരത്തെ ചെയ്തില്ല, ഞാൻ പറ്റാം 3/4 ഇഞ്ച് പറഞ്ഞിട്ട് ആ 3/4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. എന്നിട്ട് ഇവിടുന്നും അതേ ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് എടുക്കാം. ഈ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തെടുക്കാം, നേരത്തെ എടുത്താണൊക്കെ തന്നെ. അതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഇവിടത്തേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടത്തേക്ക് കട്ട് ചെയ്തെടുക്കുക. അവിടുന്ന് നമ്മൾ നെക്കിൻ്റെ ആ റൗണ്ടില്ലേ, നമ്മൾ ഓപ്പണൊന്നും ആക്കുന്നില്ല, ബാക്കിലേക്ക് ബട്ടൺസ് വെക്കേണ്ട ഓപ്പണെല്ലാം ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ കഴുത്തടിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റാക്കി ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് വശം ഓപ്പണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ശേഷം ഞാനിത് 1/4 ഇഞ്ച് വിട്ടിട്ട് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി വരുന്ന വശത്തേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പോയിന്റ് അതുപോലെ ഈ ഒരു താഴത്ത് അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ നല്ല ഫാബ്രിക് നല്ല വശം വരുന്ന രീതിക്ക് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മുടെ ക്യാൻവാസ് എല്ലാത്തിൻ്റെ സെൻറ്റർ ഇതുപോലെ ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ടു സെൻറ്റർ എന്നിട്ട് എല്ലാം വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് താഴത്തോളം ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റാക്കി സെൻറ്റർ വെച്ചതിന് ശേഷം താഴെ വരെ നമുക്ക് സെൻറ്റർ നോക്കിയിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമ്മുടെ ക്യാൻവാസിനോട് ചേർന്ന് വരുന്ന രീതിക്ക് 2 സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ആ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം ക്യാൻവാസ് ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ക്യാൻവാസിന്റെ മുകളിലേ കൂടി ഒന്ന് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കാം. ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് നമ്മുടെ ലൈനിങ് പീസിന്റെ മുകളിലേ കൂടി നമ്മുടെ ഈ ഒരു ക്യാൻവാസ് വരുന്ന രീതിക്ക് അറ്റത്തെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കണം കേട്ടോ. ശേഷം നമ്മൾ നല്ല വശത്തേക്ക് കൂടുതൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ലൈനിങ്ങും അതുപോലെ നല്ല തുണിയും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നല്ല തുണി തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ടച്ച് ചെയ്തെടുത്തു. കറക്റ്റ് ആക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചിട്ടുണ്ട്. അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്, നമുക്ക് ലെവലാക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട, അത് നമ്മൾ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ഭാഗം ചെയ്താണെങ്കിൽ തന്നെ ഇതിന്റെ ഒക്കെ സെന്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നെക്ക് ഇതുപോലെ ഇങ്ങനെ അടിച്ച് വരാം കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ അടിച്ചിട്ട് പിന്നെ ഈ ഒരു ഷേപ്പും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ശേഷം ബാലൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കട്ടെ. ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഇറുക്കിലോ കാര്യങ്ങളോ കുത്തിയിട്ട് കറക്റ്റ് ആ ഒരു പോയിന്റ് നമുക്ക് ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നേരത്തെ ചെയ്താണെങ്കിൽ തന്നെ നമ്മുടെ ലൈനിങ്ങിലേക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട്, ഇത് നമ്മുടെ ബാക്ക്. ഇതുപോലെ ഇങ്ങനെ
നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു ലൈനിങ് പീസ് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെയാണ് ഈ ഷോൾഡർ കറക്റ്റ് ഇത് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് നിവർത്തിയിട്ട് ലൈനിങ് പീസ് ഇത് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നെക്ക് നമ്മൾ അടിക്കണം അത്ര നമുക്ക് പിന്നീട് അടിക്കുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഞാൻ ഇത് സെന്ററിലേ കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക സെന്ററിലേ കൂടി താഴത്തേക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുടുക്കും കണ്ണിയും വെക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിക്കും അതുപോലെ 3 ഇഞ്ച് വീതിക്കുള്ള പീസാണ് എടുത്ത് നമുക്കത് കുടുക്കും അതുപോലെ കണ്ണി കെട്ടുന്നതും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ശേഷം ഞാനിതാ നമ്മുടെ മെറ്റീരിയലിന്റെ അടിവശത്ത് ഒരു 1.5 ഇഞ്ച് വീതിക്കുള്ള പീസ് എടുത്തിട്ട് നല്ല വശത്ത് കൂടി സ്റ്റിച്ചാക്കി പ്രസ് സ്റ്റിച്ച് കൊടുത്ത് ഉള്ളിലേക്ക് 2 മടക്ക് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇത് കറക്റ്റാക്കി ഞാൻ ഇതുപോലെ പിന്നൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. അധികം നല്ലോണം ഇല്ല തുണിയൊക്കെ കട്ട് ചെയ്തിട്ടു. ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമുക്ക് തയ്യെത്തുമ്പോൾ മതി. ഇതുപോലെ 2 സൈഡ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആം ഹോളിൽ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കട്ടെ. സ്ലീവിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ചെടുക്കാം. ഏകദേശം ഒരു 12 ഇഞ്ചോളം നമുക്ക് വരുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പ് അടക്കം 10.5 ഇത് വരുന്നത് 12 ഇഞ്ചോളം നമുക്കത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 12 വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് സ്കാലപ്പ് വെച്ചിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് വെക്കുന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടണമെങ്കിൽ ക്യാൻവാസ് വെക്കുന്നതും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ലെങ്ത്ത് വരുന്ന 12 ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത്ത്. 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൂടി കൊടുത്ത് 1/2 ഇഞ്ച് താഴത്ത് ജോയിൻ്റ് സ്കാലപ്പ് വരുന്നുണ്ടല്ലോ, 1/2 ഇഞ്ച് മുകളിൽ അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി 13 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്ലീവ് റൗണ്ട് വരുന്ന 11 കേട്ടോ. 11 പറയുമ്പോൾ 5.5 വരുന്നത്. കറക്റ്റ് 5.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പിൽ ഒരു 1.5 ഇഞ്ചാണ് കൂട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് മുകൾ വശത്തെ നോക്കാം. വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് കൊടുക്കില്ല. അപ്പോൾ ചെറിയ സ്ലീവ് ആകുമ്പോൾ 3 ഇഞ്ച് മതി. കുറച്ച് 3/4 സ്ലീവ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു 3.5 ഇഞ്ചൊക്കെ കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടുന്ന് 3.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 12 ഇഞ്ചല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ ടാപ്പ് വെക്കാം. ഈ ഒരു പോയിന്റിൽ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു 3.5 ഇഞ്ച് വരുന്നിടത്തേക്ക് 12 വരുന്ന രീതിക്ക് വെക്കാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് 12 ഇവിടെയാണ് വരുന്നത്. ഇപ്പം അതേസമയം 8 ആണെങ്കിൽ ഇത് ഇതുപോലെ 8, 5 ആണെങ്കിൽ ഇതേ സമയത്ത് ഇങ്ങനെ 5 അങ്ങനെ വെക്കണം. ഈ ഒരു പോയിന്റിലേക്ക് 12 വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. 12 ഇഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. പക്ഷെ നമുക്കിത് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു സ്ലീവ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിലാണ് കേട്ടോ സ്കാലപ്പ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് കിട്ടുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം കറക്റ്റ് ലെവൽ ചെയ്തെടുത്തു. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ്, ഒരു 1/2 ഇഞ്ച് മതി. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇതുപോലെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ 1/2 ഇഞ്ച് വരച്ചില്ലേ അതിലാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഇത് വെച്ചു കൊടുക്കാം. ഇട്ടതാ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ സ്കാലപ്പ് വരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഇത് വരച്ചില്ലേ, വരച്ചതിന്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം വരക്കാൻ. നമ്മൾ 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് കൊടുത്തപ്പോൾ 1/2 ഇഞ്ച് ഇതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 1/2 ഇഞ്ചില് നമുക്ക് അടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിന്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഞാൻ 2 രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെച്ചാൽ ഇവിടുന്ന് അറ്റത്ത് ക്യാൻവാസ് ചെയ്ത രീതിക്ക് ചെയ്തിട്ട്, പിന്നെ വെച്ചാൽ ക്യാൻവാസ് കറക്റ്റ് സ്കാലപ്പ് കറക്റ്റ് വരച്ചിട്ട് 1/2 ഇഞ്ച് മെറ്റീരിയൽ താഴ്ത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഏതാണ് നല്ല രസം ഉണ്ടാവും നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പം അയൺ ചെയ്തിട്ട് ചിലപ്പോൾ ഇളകി വന്നെങ്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി അതിൽ സെന്ററിലേക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് എടുത്തു. സ്ലീവ് ഇങ്ങനെ വെച്ചു. ലൈനിങ് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ സ്കാലപ്പ് ചെയ്തില്ലേ അതിലേ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ സൈഡിലേ കൂടി സ്റ്റിച്ച് കൊടുത്തു. നമുക്ക് ആ സ്കാലപ്പ് അടിക്കുന്ന സമയത്ത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
എന്നിട്ട് നമുക്ക് ഈ ഒരു സ്കാലപ്പിന്റെ ഇലേ ഷേപ്പിലേ കൂടി അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മുറിക്കാട്ടോ, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് തന്നെയാണ് കേട്ടോ രസം. അതായത് ക്യാൻവാസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല തടുപ്പ് തോന്നും കേട്ടോ. അപ്പൊ ഞാൻ 2 രീതിക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ടേ. അപ്പൊ മറ്റേതാണ് കുറച്ചും കൂടി ഒരു 1/2 ഇഞ്ച്, ഇതുപോലെ ചെയ്യുന്നതിനും കുറച്ചും കൂടി നല്ലത് കേട്ടോ. 1/2 ഇഞ്ച് താഴ്ത്തിട്ട് അതാണ് നമുക്ക് ഈ മെറ്റീരിയൽ മാത്രമേ വരൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ആക്കുന്നതിനും കുറച്ചും കൂടി നല്ലത്. പ്രശ്നമില്ല, നമുക്കിതിങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടത്തിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ശേഷം നമുക്കിത് ഈ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടത്. ഇതുപോലെ ഈ ഒരു ഷേപ്പ് കറക്റ്റായി പുറത്തേക്ക് എടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് സ്ലീവ് ഫ്രണ്ട് താമ്പോൾ കുറച്ച് കുഴിച്ച് കട്ടാക്കിക്കൊണ്ട് ചെറിയൊരു ഷേപ്പ്, ഒരുപാടൊന്നും കൊടുക്കുന്നുണ്ട്, ചെറിയ രീതിക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റ് ആക്കി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതിലേ കൂടി വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സെൻറ്ററിൽ ചെറിയൊരു നോച്ച് ഇട്ടിന് ആ സെൻറ്ററിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. കണ്ടില്ലേ, ചെറിയൊരു ഡിഫറൻസ് അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ഇവിടെ കൊടുത്തെടുത്ത് ചെറിയൊരു നോച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് വശം ഇതാണ് വരുന്നത്. അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ നോച്ച് ഇട്ട ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ലീവ് ജോയിൻ ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റ് വശത്ത് സ്ലീവ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഫ്രണ്ടിലേക്കുള്ള കട്ട് ഇട്ട് കൊടുത്തില്ലേ ഷേപ്പ് ചെയ്തിട്ട്, അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ സ്ലീവ് ഇത് കറക്റ്റ് തന്നെയാണ് വരുന്നത്, ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. മറ്റേ സ്ലീവ് മറ്റേ കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ വെച്ചിട്ട് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ബട്ടൺസ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇപ്പൊ പിന്നൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നൊക്കെ ഇത് ഇളകി വരുന്നുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ബാക്കിൽ ചെറിയൊരു റൗണ്ട് മാത്രം കൊടുത്തതേ ഉള്ളൂ. ഫ്രണ്ടിൽ ഇത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.